Nios October 2023 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ആദിൽ സാറിന്റെ ബാസ് ക്രാഷ് കോഴ്സ് വിജയകരമായി ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്കായി കോൺടാക്ട് 7561009757. ഡേറ്റ് ഷീറ്റ്, കൗണ്ട് ഡൗൺ, എക്സാം, ബാസ്, റിവിഷൻ, ക്രാഷ്, മോട്ടിവേറ്റഡ്, കോൺഫിഡന്റ്, മോൾഡ്, പബ്ലിക് എക്സാം റിസൾട്ട്, പാസ് എന്നത് മിട്ടുമോയലിന് വഴി കാണിച്ചേക്ക എല്ലാം മുന്നോട്ട്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോ പേടിക്കൊന്നും വേണ്ട, ഇത് ഞാൻ വെറുതെ വരച്ചു വെച്ചൊരു കാര്യമാണ്. പക്ഷേ ഞാനും നിങ്ങളും ഇതിലൂടെ ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് റിസൾട്ട് പാസ്സാവുന്ന ആ ഒരു പാത്ത് വേ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ എന്തിനാണ് ഇങ്ങനെ വരച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ വീഡിയോസ് കഴിയുമ്പോഴും നിരന്തരം നമ്മളോട് ചോദിക്കുക, കമന്റ്സിൽ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയാണ്. എങ്ങനെയാണ് സാറേ മോട്ടിവേറ്റഡ് ആവുക, എങ്ങനെയാണ് സാറേ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് സാറേ ഈ എക്സാം ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുക, എങ്ങനെയാണ് ഇതിൽ എനിക്ക് വിജയിക്കാൻ പറ്റുക, ഇതൊക്കെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ ഇതിന്റെ കൂടെ വരുന്നത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാത്സും ഞാൻ പറഞ്ഞ അക്കൗണ്ടൻസിയും ബിസിനസ് ഒക്കെ പോലത്തെ ഒരുപാട് സബ്ജക്ട്സുകളും കൂടെ ആവുമ്പോൾ വെറും കോൺഫിഡൻസും മോട്ടിവേഷനും കിട്ടിയ കാര്യമുണ്ടോ? പരീക്ഷ പേപ്പറിൽ അത് മാത്രം എഴുതിയേക്കാൻ പറ്റില്ലല്ലോ, കണ്ടന്റും വേണം അല്ലേ? സോ ഈ കണ്ടന്റും മോട്ടിവേഷനും കോൺഫിഡൻറ്റും കൂടി കൂട്ടി കുഴച്ച് അരച്ച് കഷായാക്കി കണ്ട് കുടിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സമയം കൊണ്ട് ഈ ഒരു വലിയ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റണം. സോ ഈ ഒരു പാത്ത് വേ, ഈ ഒരു വേയിലാണ് നമ്മുടെ കുട്ടികൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഫോളോ ചെയ്യാത്ത അല്ലെങ്കിൽ അറിയാത്ത, ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടി ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് വരിക, സയൻസിനായിട്ടും കോമേഴ്സ് ആയിട്ടും ഹ്യൂമാനിറ്റീസ് ആയിട്ടും 10ാം ക്ലാസ് ആയിട്ടും വ്യത്യസ്ത സബ്ജക്ട്സുകൾ, ഒരുപാട് ഡിഫറെന്റ് സബ്ജക്ട്സുകൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മക്കളെ, സബ്ജക്ട്സ് പഠിപ്പിക്കാൻ സുഖമാണ്. കാരണം എന്താ, ഒരു ടോപ്പിക്ക് സിലബസിൽ ടോപ്പിക് ഉണ്ടായിരിക്കും, ആ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരിക, അങ്ങനെ പഠിച്ചോളൂ വരാം. അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതിപ്പോ നമുക്ക് എങ്ങനെയും പഠിക്കാം, നമുക്ക് സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കാം, എങ്ങനെയും ചെയ്യാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ കുട്ടികൾ എന്ന് പറയുന്നത് ഒരേ പ്രായമുള്ള കുട്ടികളല്ല. ഏത് ക്ലാസ് റൂമിൽ നിങ്ങൾ നോക്കിക്കോളൂ, അല്ലെങ്കിൽ ഏത് സ്കൂളിലോ കോളേജിലോ എവിടെ ആയിക്കോട്ടെ, ഒരു 5 വയസ്സിന്റെ ഒക്കെ ഡിഫറൻസ് മാക്സിമം കാണത്തുള്ളൂ. ഒന്നെങ്കിൽ 16 to 20 ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ 12 to 14 ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ 10 മുതൽ 12 ഉള്ളിലായിരിക്കും പ്രായം. അല്ലെ? പ്രായം ഒരു പ്രശ്നം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ക്ലാസ് നടത്തുന്നത്. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ വെറുതെ പറഞ്ഞാൽ മതിയോ? പോരാ. 16 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള എന്റെ കുട്ടികൾ, ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ എല്ലാ കുട്ടികൾക്കും ഇത് സിമ്പിൾ ആവണം. ആ സിമ്പിൾ ആവണമെങ്കിൽ നമ്മളൊന്ന് ഇറങ്ങി ചെല്ലണം അല്ലെ? താഴോട്ട് ഇറങ്ങി അതിൽ പോയിട്ട് നമ്മൾ മെല്ലെ വേണം ഇത് അച്ചീവ് ചെയ്യാൻ. സോ നമ്മളിപ്പോ ഇവിടെയാണ് കരുതുക. ഓക്കെ, നമുക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം മുമ്പൊരു വീഡിയോയിൽ ഞാൻ ഡേറ്റ് ഷീറ്റ് വന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. സോ നമ്മൾ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഡേറ്റ് ഷീറ്റ്, കൗണ്ട് ഡൗൺ ടു എക്സാമിനേഷൻ. നിങ്ങളുടെ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു എന്നാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ? പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു. സോ പരീക്ഷയുടെ ടൈം ടേബിൾ വരുമ്പോൾ തൊട്ട് നമ്മളെ കുട്ടികൾക്ക് പേടിയാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? പരീക്ഷ പാസ്സാവണം എന്നാണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അതിൽ സംശയമില്ല, അതിൽ തർക്കമില്ല. എല്ലാവർക്കും വിജയിക്കണം, എല്ലാവരെയും വിജയിപ്പിക്കണം. സോ അത് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക എന്നാണ് ചിന്തിക്കുക. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ റിവിഷനിൽ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ നൽകും. അതുപോലെ തന്നെ പുറത്തുള്ള ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് ഒന്നും കിട്ടാതെ നിൽക്കുന്ന കുട്ടികൾക്ക് ഞാനൊരു ക്രാഷ് കോഴ്സും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ആ ക്രാഷ് കോഴ്സിലും നമ്മൾ ഏറ്റവും ഷോർട്ടായിട്ട് സിമ്പിളായിട്ട് ഏത് പ്രായക്കാരെ കൊണ്ടും കുറച്ച് സമയം കൊണ്ട് പരീക്ഷ വിജയിപ്പിക്കാനുള്ള കണ്ടന്റുകൾ കൊടുക്കും. സോ ഇതെല്ലാം എടുത്തിട്ടാണ് നമ്മുടെ കുട്ടികൾ ഈ ഒരു മിട്ടുമുയലിനെ തേടി പോകുന്നത്. ഓക്കെ, ടാർഗറ്റ് എന്താ? പാസ്, വിജയിക്കുക എന്നുള്ള ടാർഗറ്റാ. അതിന് മുമ്പ് എന്താ? റിസൾട്ട്. നമ്മുടെ റിസൾട്ടും പാസും ഒക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അങ്ങോട്ട് പോയാൽ മതിയോ? പോരാ, നമ്മൾ ഇതിലൂടെ തന്നെ പോകണം. ഇത് ഞാൻ ഉണ്ടാക്കിയ സ്ട്രാറ്റജിയാ. സോ കം വിത്ത് മീ, ജോയിൻ വിത്ത് മീ. ഓക്കെ, നമ്മളെല്ലാവരും ഒപ്പം നടന്നു നീങ്ങും. നമ്മളെല്ലാവരും ഒരേ വഴിയിലൂടെയാണ് ഇപ്പോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സോ മക്കളെ, ഈ ഡേറ്റ് ഷീറ്റ് വന്നു, കൗണ്ട് ഡൗൺ ടു എക്സാം. എക്സാമിന് വിരലിലെണ്ണാവുന്ന അത്ര ദിവസങ്ങളേ ഉള്ളൂ. സോ ആ സമയത്തിനുള്ളിൽ ഒന്നും പഠിക്കാത്ത ആൾക്കാരും പഠിച്ചു തുടങ്ങിയവരും നന്നായിട്ട് പഠിച്ചവരും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു
നമ്മുടെ പാത്ത് വേ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ ഇവിടുന്ന് ഡേറ്റ് ഷീറ്റ് ഒക്കെ കിട്ടി നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിവിഷൻ ക്ലാസ് ഉണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു റിവിഷൻ ക്ലാസ് നടക്കുന്നുണ്ട്. ആ റിവിഷൻ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 15-ാം തീയതിക്ക് ശേഷം നിങ്ങൾക്ക് അതിൽ Q&A എന്നുള്ള ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ആ സെഷൻ വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നമ്മുടെ ക്രാഷിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. സോ അത് മാത്രം വെച്ചിട്ട് നമ്മൾ വിജയിക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ അത് ഫോളോ അപ്പ് ചെയ്യുക. ഇനി ഒരുപാട് പേര് ക്രാഷ് കോഴ്സിൽ എൻറോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരും ഇപ്പൊ നിലവിൽ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം എന്താ അറിയോ, സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 15 വരെ ഞാൻ അവർക്ക് ഓടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഓടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക? അവിടെ പാഠം, ഈ പാഠം, ആ പാഠം, ഈ പാഠം, പക്ഷെ ഒക്കെ 15 മിനിറ്റോട് തീർക്കുന്നുണ്ട്. എല്ലാവരും സന്തോഷത്തിലാണ്. കാരണം എന്താ അറിയോ, 4 മണിക്കൂറും 5 മണിക്കൂറും 10 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാണ്ട കണ്ടന്റ് ആണ് നമ്മൾ 15 മിനിറ്റ് കൊടുക്കുന്നത്. സോ വെരി വെരി ഹാപ്പിയാണ്. അത് കാണുമ്പോൾ നമ്മൾ അതിലേറെ ഹാപ്പിയാണ്. സോ ഈ ഒരു ഓട്ടപ്പാച്ചിലിന്റെ ഇടയിൽ, ഈ ഓട്ടത്തിലാണ് എന്റെ കുട്ടികൾ എല്ലാവരും. സോ നമ്മുടെ റിവിഷനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുന്ന കുട്ടികളും നമ്മുടെ ക്രാഷിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഒരു 15 ഡേയ്സ് നിർണായകമായിട്ടുള്ള ആദ്യത്തെ 15 ദിവസത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ സെക്കൻഡ് ഹാഫ്, നമ്മുടെ സെക്കൻഡ് ഹാഫ് ഒരു പന്തളി പോലെ കാണുക. സെക്കൻഡ് ഹാഫിലാണ് നമ്മുടെ ഗോൾ അച്ചീവ്മെന്റ്സ്, നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യപ്പോഴും നമ്മുടെ സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫിൽ പോയിട്ട് ഗോൾ അടിക്കുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഇതിന്റെ ഫൗണ്ടേഷൻ, ഇതിന്റെ ബേസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇനി സെക്കൻഡ് ഹാഫ് നമുക്ക് 15 ശേഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലായിരിക്കും നമ്മൾ Q&A സ്റ്റാർട്ട് ചെയ്യുക. Q&Aയിൽ നിങ്ങൾക്ക് കണ്ടന്റ്, ഞാൻ കൊടുത്ത കണ്ടന്റ് അതിലുണ്ടാവും. സോ ആ കണ്ടന്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികൾക്കും നമ്മുടെ ക്രാഷ് കുട്ടികൾക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഞാൻ ആ മെറ്റീരിയൽ ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ ഒരുപാട് വീഡിയോസിൽ കാണാൻ പറ്റാത്തത്. പക്ഷെ വെരി 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 ഹാർഡ് വർക്കിംഗ്, നിങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കണ്ടന്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ come and join to our crash course. ഇനിയും ആരെങ്കിലും ക്രാഷ് കോഴ്സ് എന്താണ് പഠിക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, ഇനിയിപ്പോ ചേരാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയാണ് ഡെയിലി കുട്ടികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ എന്നാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ തോന്നുന്നത്? പരീക്ഷയ്ക്ക് മുമ്പ് ജോയിൻ ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം നമ്മളിവിടെ ബാച്ചുകൾ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ കുട്ടികൾക്കും വെരി 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 വാം വെൽക്കം ടു അവർ ബസ് ക്രാഷ് കോഴ്സ്. നമ്മുടെ ക്രാഷ് കോഴ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയുടെ തലേന്ന് വരെ നിങ്ങൾക്ക് ഇതിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അത്രയും ക്ലാസ്സുകൾ അതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഏകദേശം പരുവപ്പെട്ടാൽ, മോൾഡഡ് ആയാൽ, നമ്മൾ ഓക്കെ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കുട്ടികൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് സാറേ പേടിയാണ്, പരീക്ഷ ആവുമ്പോഴത്തേക്ക് പേടി തുടങ്ങുക. എത്ര പഠിച്ചാലും മറന്നു പോവുക. പഠിക്കാൻ സമയം എന്ന സാധനമില്ല. സമയം കണ്ടിട്ട് തന്നെ കുറെ കാലം ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാറേ. എവിടുന്ന സമയം? സാറ് പറയുന്നുണ്ടല്ലോ പഠിക്കൂ. എങ്ങനെ പഠിക്കാനാ? ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇത് എല്ലാ കുട്ടികളും പറയുന്നതാ. ഒരുപാട് കുട്ടികൾക്ക് സമയമുള്ള കുട്ടികൾ ഇരുന്ന് പഠിക്കും, അല്ലെ? സമയമില്ലാത്തവർ ചിലപ്പോൾ പിന്നെ പഠിക്കാന്ന് മാറ്റി വെക്കും. അങ്ങനെ പല കാറ്റഗറിയാ. നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിക്കണം. എല്ലാ ഏജ്, എല്ലാ ടൈം ലിമിറ്റ് ഉള്ളവരെയും, ടൈം കൂടുതലുള്ള ആളുകളെയും, എല്ലാ ആളുകളെയും, എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പൊ അത് കുറച്ച് ചലഞ്ചിങ്ങാ, കല്ലും മുള്ളും നിറഞ്ഞതാ. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ റെഡിയാണ് ഇത് അക്സെപ്റ്റ് ചെയ്യാനേ. ഓക്കെ, സോ പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കണം എന്ന് പറയുന്നത് ഒരുപാട് പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. പറഞ്ഞത് മാത്രം പഠിക്കുക. അത് കുറച്ച് സമയത്തിനുള്ളിൽ, വളരെ ചെറിയ സമയം കമ്മിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ നിങ്ങൾക്ക് മോട്ടിവേഷൻ, നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാവിധ മോട്ടിവേഷനും കോൺഫിഡൻസും ഒക്കെ ബൂസ്റ്റ് ചെയ്ത് മോൾഡ് ചെയ്തിട്ടാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ അടുത്ത പബ്ലിക് എക്സാം, നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ് വന്ന നിങ്ങളുടെ പരീക്ഷ എഴുതാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നത്. സോ മക്കളെ, യു ഷുഡ് ബി മോട്ടിവേറ്റഡ്. നിങ്ങൾക്ക് ഒരു പേടിയും പേടിക്കേണ്ട. പരീക്ഷയെ കുറിച്ച് ആലോചിച്ചാരും ഇനി ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത് അത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്സാവുന്ന പറ്റുന്ന ഒരു എക്സാമാണ്. ആര് നിങ്ങളോട് ടഫാന്ന് പറഞ്ഞോ അത് മാറ്റി വെച്ചേക്ക്. റിസൾട്ട് വന്ന് പാസ്സായതിനു ശേഷം നിങ്ങൾ തീരുമാനിക്കും ടഫാണോ പാസ്സാണോ എന്നുള്ളത്. അത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ കണ്ടന്റുകൾ തയ്യാറാക്കുമ്പോൾ ഈ പരീക്ഷ ഏറ്റവും എളുപ്പത്തിൽ പാസ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ബാച്ചിലെ കുട്ടികളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ക്ലാസ് മാത്രം, ഞാൻ ഈ പറഞ്ഞ ലാസ്റ്റ് ടൈമിൽ തന്ന ഈ ഒരു കാര്യം മാത്രം വെച്ചിട്ടാണ് എല്ലാ കുട്ടികൾക്കും വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് അവതരിപ്പിക്കാൻ പറ്റുന്നത്, നിങ്ങൾക്ക് മുമ്പിൽ തരാൻ സാധിക്കുന്നത്. സോ മക്കളെ, യു ഷുഡ് ബി മോട്ടിവേറ്റഡ്. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് റൈസ് യുവർ കോൺഫിഡൻസ് ലെവൽ അപ്പ്. നിങ്ങൾ മുകളിലോട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണം. കാരണം എന്താ അറിയോ, അക്കൗണ്ടൻസി ഒന്നും അറിയില്ല, പൊളിറ്റിക്സ് ഒന്നും അറിയില്ല, എക്കണോമിക്സ് ഒന്നും അറിയില്ല, ഹിസ്റ്ററി ഒന്നും അറിയില്ല, എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒന്നും പറയണ്ട. കഴിയുന്നത് പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ തന്നെയാണ് ഞാൻ ബൂസ്റ്റപ്പ് ചെയ്യുന്നത്. സോ കം ടു ദ ഫ്ലോ. നമ്മുടെ ഈ ഒരു ഫ്ലോന്റെ കൂടെ നിങ്ങൾ വരൂ. ഈ ഒരു ഫ്ലോയിൽ തന്നെ പോവാ. ഇതങ്ങനെ പോയി അവസാനം പരീക്ഷ പാസ്സായിക്കോളും. കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വെരി 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 സിമ്പിൾ. സോ നമ്മൾ ഇതും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ്. എന്തിന്? ഫസ്റ്റ് നമുക്ക് വരുന്ന പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരുമ്പോൾ ഇപ്പോൾ കൈയും കാലും വരക്കൽ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം എന്താ അറിയോ,
നമ്മൾ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ടാവില്ല. പിന്നെ PCP ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിൽ അറിയാം അവിടെ ഓൾറെഡി പോയിട്ടുണ്ടാവും. ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ PCP നടത്തിയിട്ടുണ്ടാവില്ല, ചില ഇൻസ്റ്റിറ്റ്യൂട്ട് വിളിച്ചാൽ ഫോൺ എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങി അതിന് വേണ്ട എല്ലാ സഹായങ്ങളും കുട്ടികൾക്ക് കൊടുത്തിരുന്നു, നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. എല്ലാവർക്കും ആര് വന്നെങ്ങാണ്ട് PCP പറ്റി ചോദിക്കുകയാണെങ്കിലും നമ്മൾ അതിന് വേണ്ടി വെരി 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 ഹാർട്ട്ഫുള്ളി നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇനി പരീക്ഷയുടെ അടുത്തു. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമിന്റെ റെക്കോർഡ് ചെയ്തതിന് പ്രശ്നം. റെക്കോർഡ് ചെയ്ത ആളെ കണ്ടന്റ് ഒക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ കൊച്ചി എന്നുള്ള ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് അത് നോക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. ഇനി ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയും അവർ പറയുന്ന 5 എക്സ്പെരിമെന്റ് 6 എക്സ്പെരിമെന്റ് മാത്രം എഴുതിയാൽ മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതല്ല ചില ഇൻസ്റ്റിറ്റ്യൂട്ട് പറയാണ് നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ പോയിട്ട് ചോദിച്ചോളൂ, അവർ തരുന്നത് എഴുതി കൊടുത്താൽ മതി, ഞങ്ങൾ ഇവിടുന്ന് ഒന്നും കൊടുക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പോരെ ഇതാ ഇവിടെ കിടക്കുന്നത് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ കൊച്ചിയിലാക്കണേ എല്ലാ റെക്കോർഡ് ക്ലാസ്സും റെക്കോർഡ് ബുക്കിന്റെ വീഡിയോസും അവൈലബിൾ ആണ്. എങ്ങനെ എഴുതണം ഡെമോൺസ്ട്രേഷൻ കിടപ്പുണ്ട്, അതുപോലെ നമുക്ക് എഴുതാനുള്ള കണ്ടന്റും കിടപ്പുണ്ട്. അത് നോക്കി എഴുതിയാൽ മാത്രം മതി. റെക്കോർഡ് ബുക്ക് സ്റ്റോറിൽ പോയിട്ട് മേടിക്കുക, ബുക്ക് സ്റ്റോറിൽ പോയിട്ട് മേടിക്കുക. വെറും 70-80 രൂപ കൊടുത്താൽ നമുക്ക് ഒരു റെക്കോർഡ് ബുക്ക് കിട്ടും. സോ നിങ്ങളുടെ ലാബ് വിഷയങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് അത് ചെയ്യാം. ഇനി അത് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ അത് എഴുതിയിട്ട് ജസ്റ്റ് നിങ്ങൾ പരീക്ഷ ഹാളിൽ പോവുക, പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നിങ്ങൾ പോവുക. അവിടെ പോകുമ്പോൾ തന്നെ നമ്മുടെ അതേ കാറ്റഗറിയുള്ള 500ഓളം വിദ്യാർത്ഥികൾ ഉണ്ടാവും. സോ നിങ്ങൾ അത് ടെൻഷൻ അടിക്കണം. പ്രാക്ടിക്കൽ എക്സാം ആകുമ്പോൾ ഒരു പക്ഷേ സ്ലോട്ട് ആയിരിക്കും, രാവിലെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഓരോ ബാച്ച് കുട്ടികൾക്ക് അവർ അലോട്ട് ചെയ്തായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ടൈം ഏതാണെന്നുള്ള മുൻകൂട്ടി നിശ്ചയിക്കുക, അല്ലെങ്കിൽ മുൻകൂട്ടി അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ പോയിട്ട് ആ ടൈമിന് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. പക്ഷെ പ്രാക്ടിക്കലിനെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും മക്കളെ ടെൻഷൻ അടിക്കേണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് പ്രാക്ടിക്കൽ. ഇന്നേ വരെ ഒരു കുട്ടിക്കും പ്രാക്ടിക്കൽ എക്സാം എഴുതിയിട്ട് ബുദ്ധിമുട്ടുണ്ടായില്ല. പ്രാക്ടിക്കൽ എക്സാം എഴുതി ബുദ്ധിമുട്ട് വരെ പരീക്ഷ ഹാളിൽ പോവാത്തൊരു കുട്ടി, പരീക്ഷയ്ക്ക് റെക്കോർഡ് കൊണ്ടുപോകാത്ത കുട്ടി, ഒന്നും ചെയ്യാത്തവർ മാത്രമേ അങ്ങനെ ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പാറ്റേണിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ബി പാസ്ഡ്. നിങ്ങൾ എന്തായാലും പാസ്സായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. സോ ഡോണ്ട് വറി അബൌട്ട് യുവർ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ. അതിനെ കുറിച്ച് ആലോചിച്ച് മക്കളെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. സോ കം ടു അവർ പബ്ലിക് എക്സാമിനേഷൻ, തിയറി എക്സാമിനേഷൻ. നമ്മൾ തിയറി എക്സാമിനേഷൻ ആണ് പോകുന്നത്. എഴുത്തു പരീക്ഷ, 100 മാർക്കിന്റെ പരീക്ഷ അല്ലെ. നമ്മൾ 100 മാർക്കിനൊക്കെ പരീക്ഷ എഴുതുന്ന നമ്മുടെ നിർണായകമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനാണ് പബ്ലിക് എക്സാമിനേഷൻ. ഈ പബ്ലിക് എക്സാമിനേഷന് ഒരുപാട് കുട്ടികൾ വയ്ക്കുന്നുണ്ട്, സാറ് TMA പോർഷൻസ് അതിന് വരില്ലല്ലോ. TMA പോർഷൻസ് വരില്ല എന്നുള്ളത് നമ്മുടെ സയൻസ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകൾക്കാണ് മുമ്പ് TMA പോർഷൻ പബ്ലിക് എക്സാം വേറെ കൊടുത്തിരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഇംഗ്ലീഷ് മലയാളമൊക്കെ പോലുള്ള സബ്ജക്ട്സുകൾക്കോ സോഷ്യോളജി പൊളിറ്റിക്സോ പോലുള്ള സബ്ജക്ട്സുകൾക്കൊക്കെ TMA എന്ന് പറഞ്ഞൊരു പോർഷൻ ഇതുവരെ കൊടുത്തിരുന്നില്ല. അപ്പൊ ഇപ്പം നിലവിലൊരു ഓർഡർ പുറത്തിറങ്ങി 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ആ ഒരു കാര്യം ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാതിരുന്നാണ് മനഃപൂർവ്വം. കാരണം എന്താ പറയുക, അത് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ് ആവും. നമുക്കാണ് അത് വന്നു പറഞ്ഞിട്ട് നമ്മളൊക്കെ പഠിക്കാതെ പോയിട്ട് തോറ്റുപോകും. അപ്പൊ ഒരുപാട് കുട്ടികൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സബ്ജക്ട്സുകളൊക്കെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കുന്നുണ്ട്. മക്കളെ അത് അടുത്ത വർഷത്തേക്കാണ്, ഏപ്രിൽ 2024 ഈ ഒരു എന്നിപ്പോഴും പുതിയ റൂള് നിലവിൽ വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്കല്ല, ദിസ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ഫ്രം ദ ഏപ്രിൽ 2024 ബാച്ച്. 2024 ഏപ്രിൽ ബാച്ച് മുതലാണ് സിലബസ് വെട്ടിച്ചുരുക്കുന്നത്. നിങ്ങൾക്കല്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ സ്ട്രക്ചറിലാണ് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നത്, നടക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഡോണ്ട് വെറി. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിച്ചിട്ട് പരീക്ഷക്കോ ഞാൻ പറഞ്ഞൊന്നും പഠിക്കാതെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോയിട്ട് അവസാനം ഇന്ന കുറ്റം പറയരുത് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ തന്നെ പോവുകയാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റും നമുക്ക് പാസ്സാവാനുള്ള സാധ്യതകൾ എത്രയെന്നുള്ളത്. സോ മക്കളെ അവിടുന്ന് ഇവിടുന്ന് ഇൻഫർമേഷൻസ് ഒക്കെ എടുത്തിട്ട് തെറ്റിച്ച് പോകരുത്. ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പറയുന്നുണ്ട്, അതോടുന്ന് അത് പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇത് പറഞ്ഞല്ലോ. അപ്പൊ കുട്ടികൾ നമ്മളുടെ അടുത്തിരിക്കുന്ന കുട്ടികളാണ്, നമുക്ക് എല്ലാവരും നോക്കി പറഞ്ഞു കൊടുക്കാം. പക്ഷെ നിങ്ങൾ എത്ര പേര് എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്തെന്ന് അറിയില്ല. ബട്ട് ഇൻഫർമേഷൻസ് വളരെ ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ യുഗം അത്രയും അപ്ഡേറ്റഡ് ആണ്. ഒരു ചെറിയ തെറ്റ് പോലും അത്രയും വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന അത്രയും വലിയ ഒരു ഡിജിറ്റൽ യുഗമാണ് നമുക്കുള്ളത്. സോ റോങ് ഇൻഫർമേഷൻ ഡോണ്ട് ടേക്ക്. നിങ്ങൾ എടുക്കുന്ന ഇൻഫർമേഷൻ റോങ് ആവരുത്. അതാണ് മക്കളെ ഞാൻ പറയുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി, ലൈക്ക് അടിച്ചോളി, ഫോളോ ചെയ്തോളി. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടാവില്ല. നിങ്ങൾക്ക് തരുന്ന ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് തരാൻ മാക്സിമം ഞാൻ ശ്രമിക്കും. അതും ഏറ്റവും ഫസ്റ്റ് തന്നെ നിങ്ങളോട് എത്തിക്കാനും ശ്രമിക്കും. സോ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്ന കുട്ടികളെ കണ്ടിട്ട് വേഗം അടിച്ച് പൊട്ടിച്ചോളി സബ്സ്ക്രൈബ് ബട്ടൺ. ഓക്കെ, ഡോണ്ട് വറി. സോ നമ്മൾ പബ്ലിക് എക്സാമിലോട്ട് നമ്മൾ വരുമ്പോ നമുക്ക് വേണ്ടത് 4 കാര്യങ്ങളാ. അതെന്താണ് അവിടെ എഴുതിക്കുന്നത്? റൈറ്റിംഗ് മെത്തേഡ്. നമുക്ക് എഴുതുന്നതിനൊരു രീതി വേണം. ഈ റൈറ്റിംഗ് മെത്തേഡ് അറിയുമ്പോൾ പേടിക്കൊന്നും വേണ്ട. കയ്യക്ഷരത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. അപ്പൊ പബ്ലിക് എക്സാമിന് വെറുതെ അങ്ങോട്ട് പോയാൽ മതിയോ? വെറുതെ പോയാൽ പോരാ. ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഐ ഷുഡ് ടീച്ച് യു റൈറ്റിംഗ് മെത്തേഡ്. നിങ്ങൾക്ക് ഞാൻ റൈറ്റിംഗ് മെത്തേഡ് പഠിപ്പിച്ചു തരണം. നിങ്ങൾക്ക് ഞാൻ ഷോർട്ട് കണ്ടന്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരണം. പാഠങ്ങൾ ഇമ്പോർട്ടന്റ് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ഞാൻ Q&A ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ഏതാണെന്ന് ഹൈലൈറ്റ് ചെയ്ത് തരണം, മാർക്ക് ചെയ്ത് തരണം. അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, നിങ്ങളെ കൊണ്ട് പരിശീലിപ്പിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇനിയും പെൻഡിങ് ആണ്, ഇനിയും ബാക്കിയാണ്. സോ
നമുക്ക് അതിലോട്ട് പോവാം. ഇത്രയും കാര്യങ്ങൾ തീർത്തതിന് ശേഷം നമുക്ക് ഉടൻ തന്നെ ഇതുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വരാം. സോ മക്കളെ, പബ്ലിക് എക്സാം എഴുതി നമ്മൾ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വെറും പാസ് മാത്രമായിരിക്കണം. അതിനാണ് ഞാൻ ഈ ഒരു ഫോളോ അപ്പ് നിങ്ങൾക്ക് തരുന്നത്. സോ ഇതേപോലെ മക്കളെ നമ്മളെല്ലാവരും പഠിച്ച് തയ്യാറാകുക. ഇതുവരെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ലേ മക്കളെ, ഇത് വെച്ചിട്ട് നിങ്ങളൊരു എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഒരിക്കലും നമുക്കൊരു സപ്പോർട്ട് ലഭിച്ചില്ല, ഒരാൾ നമ്മോട് പറഞ്ഞില്ല, ഒരു നല്ല അധ്യാപനം കിട്ടിയില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. ഐ എം ഹിയർ to support you all guys, all students. എല്ലാവർക്കും സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. സോ മക്കളെ, പബ്ലിക് എക്സാമിന്റെ കുറച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ 4 കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് ഇപ്പൊ തന്നെ വിളിച്ചോളൂ, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് ഇന്ന് മുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. അപ്പൊ മക്കളെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.